കമൽഹാസൻ ആസിഫിന്റെ വലിയ വീക്ക്നെസ് ആണ്. എനിക്ക് അദ്ദേഹത്തിന്റെ ചുറ്റും സിനിമ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പേഴ്സണലി. എപ്പോഴും സിനിമയാണ്, എല്ലാം സിനിമയാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം ഹിസ് ഫാമിലി ലൈഫ്. അതും അനുകരിക്കണത്തുള്ള അതിനോട് ആഗ്രഹമില്ല. കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്ത് പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും സംശയം ഇത് ഈ ആസിഫ് സംസാരിക്കുമ്പോണ്ടല്ലോ, ആസിഫിന്റെ ബുദ്ധി വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം അറിയാം, അടുത്ത വാചകം കൂടി ആസിഫ് ആലോചിച്ചിട്ടാ പറയാ. നല്ലൊരു രാഷ്ട്രീയക്കാരാനുള്ള ഒരു ഫാദർ രാഷ്ട്രീയത്തിലാണ്. പിന്നെ ഫാദറിന്റെ ഫാദർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് ആസിഫ് വരുന്നത്. ഇനി വേണമെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് വലിയ തടസ്സം. ഞാൻ ആദ്യം ഞാൻ പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറെ ഡയറക്ടേഴ്സിന്, പ്രൊഡ്യൂസേഴ്സിന്, പ്രൊഡക്ഷൻ കമ്പനിക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ അതിൽ തിരിച്ചു വിളിച്ചത് ഒരു മലയാളം തമിഴ് ചെയ്യുന്ന ഒരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച്, അപ്പൊ ഈ പോർട്ട്ഫോളിയോയുടെ പ്രശ്നം പറഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് നമ്മള് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര സുന്ദരനാക്കി വെച്ചേക്കുവാണ്. അപ്പൊ ഇത് അയച്ചു കൊടുത്തിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് ഈ ഫോട്ടോയിൽ നോക്കുമ്പോ എന്നെ നോക്കും, ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, ആസിഫ് ഒരു ഹീറോ ആവാനുള്ള ഹൈറ്റും കളറും ഒന്നും ആസിഫിന് ഇല്ല. അപ്പൊ ഞാൻ ഒരുപാട് പുതിയ ആളുകൾ സ്ട്രഗിൾ ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ മോന്റെ പ്രായമേ ഉള്ളൂ, മോനെ നല്ലൊരു പ്രൊഫഷൻ കണ്ടുപിടിച്ച് പഠിച്ച് അതിൽ നിന്ന് പാരൻസിനെ നോക്കി ഫാമിലിയിൽ സെറ്റിൽ ആവും, ലൈഫിൽ സെറ്റിൽ ആവും എന്ന് പറഞ്ഞിട്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഉപദേശം എനിക്ക് തന്നു. ശരിക്കും ആ പോയിന്റിൽ ഞാൻ തന്നെ മനസ്സിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി. എനിക്കിത് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ആൾക്കളെയും പോലെ ഞാനും സിനിമ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്നൊക്കെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ഫംഗ്ഷന് കമൽ സാർ ഇവിടെ ലെമറിഡിയനിൽ താമസിക്കുന്നുണ്ടെന്ന് എൻ്റെ അംബിക ആക്ട്രസിൻ്റെ സിസ്റ്ററിൻ്റെ മോനുണ്ട്, എൻ്റെ കൂടെ പഠിച്ചത്. അപ്പോൾ അംബിക ആൻറ്റി വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ കമൽ സാറിനെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത്. പക്ഷെ ഞാൻ ആദ്യം പോയി നിന്ന് നോക്കിയത് ഹൈറ്റാണ്. അപ്പൊ എൻ്റെ ഇത്ര ഉള്ളൂ ഇദ്ദേഹം. അപ്പൊ അത് ഒരു പ്രശ്നമല്ല, ഹൈറ്റ് അല്ല പ്രശ്നം, അത് ബോധ്യമായി. അപ്പോഴും ഈ ആക്ടിങ് ഇത്രയും വലിയൊരു പരിപാടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഫിസിക്കൽ വൈസ് മാത്രമാണ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പക്ഷെ സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഇത് ഇത്രയും വലിയൊരു പരിപാടി. എന്തായാലും മമ്മൂട്ടി എടുത്ത് പോയിട്ട് ഹൈറ്റ് നോക്കായിരുന്നു ഭാഗ്യം. നേരെ പഠിക്കാൻ പോയത്. എന്തായാലും മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരാളെപ്പോഴും നമുക്ക് വേണം. ഒരുപക്ഷെ കമൽഹാസന്റെ ഹൈറ്റാണ് ആസിഫ് അലി എന്നുള്ള നടനെ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കാര്യം. കമൽഹാസൻ വലിയ ഉയരമുള്ള ആളായിരുന്നെങ്കിൽ ചിലപ്പോൾ ആസിഫ് അലി എന്നുള്ള ഒരു നടനെ നമുക്ക് ഉണ്ടാവില്ല. അതൊരു കാരണമായിരിക്കും സാർ. അമിതാഭ് ബച്ചനൊക്കെ ആയിരുന്നെങ്കിൽ എവിടെ പോയിട്ട് ആസിഫ് അലി